Well, I don't know how to introduce him. There are many people who lost their loved ones in the Wayanad tragedy, and we have with us Abdul Aziz, who have lost 11 people in his family. That includes his daughter and his son-in-law. ചേട്ടാ ഈ അന്ന് എത്ര പേരുണ്ടായിരുന്നു ആ വീട്ടിൽ? ആ വീട്ടിൽ 12 പേരുണ്ടായിട്ടുണ്ട്. അതിൽ മരണപ്പെട്ടത് എൻ്റെ മരുമകൻ, എൻ്റെ മകള്, എൻ്റെ മരുമകന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ, ഒരു മകന്, ഒരു മകള്, മരുമകന്റെ മാതാപിതാക്കള്, പിന്നെ ജ്യേഷ്ഠന്റെ ഭാര്യന്റെ ഉമ്മ, അങ്ങനെയുള്ള ആളുകളാണ് മരണപ്പെട്ടത്. 12 3 രക്ഷപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒരു കുഞ്ഞ് എൻ്റെ മകളെ കുട്ടിയാണ്, ഒന്ന് ജ്യേഷ്ഠന്റെ മകളാണ്, ഒന്ന് ജ്യേഷ്ഠന്റെ ഭാര്യന്റെ മാതാവാണ്. അപ്പം മാതാവ് ഇപ്പോൾ വിംസ് ഹോസ്പിറ്റലിൽ ICUയിലുണ്ട്. എൻ്റെ മോളെ കുട്ടിനെ ഇപ്പോൾ നമ്മൾ ക്യാമ്പിൽ നിന്ന് നല്ല പരിക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അത് മണ്ണിൻ്റെ അടിയിലായിരുന്നു കുട്ടി ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് ആരോ രക്ഷപ്പെടുത്തി നമ്മളെ കൈകളിൽ ഇപ്പോൾ സുരക്ഷിതമായിട്ടുണ്ട്. ജ്യേഷ്ഠന്റെ മകൻ ഇതുപോലെ മേപ്പാടി 1 മൈൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ജ്യേഷ്ഠന്റെ സഹോദരിന്റെ വീട്ടിൽ ഇപ്പോൾ അവിടെ ഉണ്ട്. So what he's telling is that there were 11 people in that house when this incident took place, out of which only 3 people are remaining right now. The 11 people includes his daughter, son-in-law, his parents, his brother, brother's wife, and 2 children. That's what he's saying. There are 3 people who are remaining. One is his daughter's daughter, who's 5 years old. They got her from a camp, and there's the brother's daughter also who is alive, and there's the sister-in-law's mother. So 3 people are alive, and 1 person, the elderly woman, is admitted to hospital, is what he's telling. ഇവര് അവിടെ തന്നെ താമസിക്കുന്നവരായിരുന്നു, അതോ അന്ന് മാറി? താമസിക്കുന്ന ആളാണ്. പക്ഷെ ഇത് സംഭവിക്കുന്ന ഒരു വീടുകളൊക്കെ കുറെ മേലെയാണ്. അപ്പൊ എന്റെ തലേന്ന് ശക്തമായിട്ടുള്ള മഴ കാരണം അവരെ നമ്മളെ അനുജന്റെ മരുമകന്റെ ഒരു ക്വാർട്ടേഴ്സ് ഉണ്ട് മുണ്ടക്കായി ടൗണിൽ തന്നെ. അപ്പൊ അങ്ങോട്ട് അവരിങ്ങോട്ട് മാറി താമസിച്ചതാണ്. ഒരു വീടുകളൊക്കെ എല്ലാവരുടെ വീടുകളും മേലെയാണ്. അപ്പൊ ഈ മഴ കാരണം ഒരു താഴത്തേക്ക് മാറി സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറി താമസിച്ചതാണ്. അപ്പൊ അതിലിടയ്ക്കാണ് ഈ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. This is possibly the most unfortunate thing, because the place they were staying was at Punjirimattam, which had a landslide warning, which had it was heavily raining. So just to be on the safer side, they came down to Mundakai, where they had a quarters. They were staying there, but when the landslide happened, it washed away that area. But the actual place they lived in, Punjirimattam, is absolutely fine. So if they had stayed back there, then they would have been alive, is what he's telling. മോള് ഇവിടെയാണല്ലേ ഇപ്പോൾ ഉള്ളത്? എങ്ങനെയുണ്ട് കുട്ടിക്ക്? ഇപ്പോൾ നോർമലായി വരുന്നതേ ഉള്ളൂ. പക്ഷെ ശരീരത്തൊക്കെ പരിക്കുകളൊക്കെ കാണുന്നുണ്ട്. ഡോക്ടറെ കാണിച്ചിട്ടുണ്ട്, സ്കാനിങ് ചെയ്തിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് ഇപ്പോൾ കുട്ടി കുറച്ച് നോർമലാണ്. So the granddaughter is doing fine. She has a few injuries, and that is being treated, but otherwise she's fine. Physically she's fine, but then of course she did see what was happening with her eyes. So ini avada ariyilla missing aayittundu. ഒരുപാട് ഫാമിലി മിസ്സിംഗ് ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അവരാരും തിരിച്ചറിയാൻ പറ്റാത്ത കുറച്ച് ബോഡികളുണ്ട് ഇവിടെ. പക്ഷെ ആളുകളൊന്നും തിരിച്ച് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഒരുപാട് ആളുകളുണ്ട്. നമ്മളെ ഫാമിലിയിൽപ്പെട്ട ആളുകളിന് കുറെ വീടും പിന്നെ മിസ്സിംഗ് ഉണ്ട് കുറെ ആളുകൾ. പക്ഷെ നമ്മളറിയാത്ത കുറച്ച് ഫാമിലികളുണ്ട്. ഇവരോടനുബന്ധിച്ചുള്ള അവരെ ബന്ധപ്പെട്ട കുറെ ഫാമിലീസ് ഉണ്ട് അവിടെ. എല്ലാവരും ഇത് ബോഡിക്ക് വെയിറ്റ് ചെയ്യാണ്. ഇതുവരെ കുറച്ച് കിട്ടിയിട്ടില്ല ബോഡികൾ. So he's saying that there are still many people missing, and some bodies needs to be recovered, and some bodies are in an unidentifiable condition. So it's not easy for them to identify if it's their relative or their family member. So their family members and many other families in that area are still missing, because of course the official numbers also suggest that there are still many people missing. More than 200 people are still missing. This is possibly one of the most tragic stories we've heard after coming here in the last 5-6 days of this, since this tragedy that has caused so much damage to Wayanad, and possibly the biggest tragedy that the state has witnessed in a very, very long time. With video journalist Tinku Rajshekhar, Shubhimol KG for India Today from Wayanad.